സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്ന് വീണ് തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റു. കൊച്ചി കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ മൃദംഗനാദം നൃത്ത പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത്. 20 അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് വീണത്. വീഴ്ചയിൽ കോൺക്രീറ്റ് സ്ലാബിൽ തലയടിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് ഇന്ന് ആശുപത്രിയിൽ എത്തുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അർച്ചനയുണ്ട് കൊച്ചിയിൽ നിന്നും നമ്മളോടൊപ്പം. അർച്ചന, ഈ ഒരു വിദഗ്ധ സംഘം ഇപ്പോൾ വിഷയത്തിൽ VD സതീശൻ പ്രതികരിക്കുന്നു. തത്സമയം നമുക്കറിയാം അപ്പോൾ അത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് ഹെഡ് ഇഞ്ചുറി ആണെങ്കിലും ആ മോണിറ്ററിങ് ഇവിടെ ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഒരു കൺസൾട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വേറൊരു ടീം വരുന്നുണ്ട്. എല്ലാവരുമായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. ആവശ്യമായ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മെഡിക്കൽ സഹായവും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുഭകരമായ കാര്യമാണ്. സ്റ്റെബിലൈസ് ഒരു BP മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വേറൊരു ടീം വരുന്നുണ്ട്. എല്ലാവരുമായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. ആവശ്യമായ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മെഡിക്കൽ സഹായവും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുഭകരമായ കാര്യമാണ്. സ്റ്റെബിലൈസ് ചെയ്ത് വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം ബാക്കിയുള്ള ഒരു BP മറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ്. അപ്പോൾ ഒരു നല്ല പ്രതീക്ഷയ്ക്കുള്ള രീതിയാണ്. അല്ല, അതൊക്കെ സെക്കൻഡറിയാണ്. അതൊന്നും അങ്ങനെ ഗുരുതരമായ കാര്യങ്ങളല്ല. ഒരു ഇഷ്യൂ ഉള്ളത് നമ്മുടെ ഒരു ഹെഡ് ഇഞ്ചുറിയാണ്, വീഴ്ചയിൽ പറ്റിയതാണ്. കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഗൗരവതരമായ നമുക്കങ്ങനെ ഇപ്പം തന്നെ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല. അത് നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ ഞങ്ങളുടെ ഒരു പരിഗണന, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും ജില്ലാ ഭരണകൂടമുണ്ട്, ബാക്കിയുള്ള ഇവിടുന്നുള്ള മന്ത്രിമാരെല്ലാം എല്ലാവരും, ജനപ്രതിനിധികൾ ഞങ്ങളെല്ലാവരും വരും. അവരെ ഒന്നുകൂടി വാച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിച്ചിട്ട് നമുക്ക് പറയാം. അതല്ലല്ലോ നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ അതല്ല. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഇല്ല, അങ്ങനെയൊന്നും ഒരു തീരുമാനം എടുത്തില്ല. ഇവിടെ ഷീസ് ഗെറ്റിംഗ് ഗുഡ് കെയർ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരാതിയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ആശുപത്രി മാനേജ്മെന്റും വളരെ ലിബറലാണ്. വേറെ ഡോക്ടേഴ്സിന്റെ അവിടെയൊക്കെ അവർ കൺസൾട്ട് ചെയ്യും. കോർഡിനേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊരു ടീം വരും. അവർ അവിടെ നിന്ന് യാത്ര ചെയ്യിച്ചിട്ടുണ്ട്. അവർ കൂടി വന്ന് സംസാരിച്ച് എല്ലാം നോക്കും. ഒരു ആവശ്യമായത് ഇവിടെ തന്നെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ ഈ ആശുപത്രി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ബന്ധുക്കളുടെയും നമ്മളുടെയൊക്കെ ഒരു കൺസേൺ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും MLA ഒക്കെ ആയതുകൊണ്ടും അവിടെ നിന്നൊരു ടീം വരുന്നുണ്ട്. അപ്പോൾ അവരുടെയും കൂടി ഒരു അഡ്വൈസ്, അവരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ കൂടി വരട്ടെ, കൂടി വന്ന് നോക്കുമല്ലോ സാധാരണ. നമ്മൾ ആ മൂഡിലല്ല. അത് സാധാരണ കയറിയിട്ട് നമ്മൾ കയറി പറയാവുന്ന, നാളെ പരിശോധിച്ചിട്ട് പറയാം നമുക്ക്. അല്ല, അത് ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. തന്നെയാണ് നമുക്കുള്ള വിവരമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ വിവരമാണ്. അവരെ പരിശോധിച്ച എല്ലാ ഡോക്ടർമാരുമായിട്ടും ഞങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. VD സതീശനാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവിധ സാധ്യമായ എല്ലാ കെയറും ചികിത്സയും ഇപ്പോഴും ഉമാ തോമസിന് നൽകുന്നുണ്ട്. പ്രത്യേക വിദഗ്ധ ആരോഗ്യ സംഘം ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് VD സതീശനും പറഞ്ഞിരിക്കുന്നത്. സുരക്ഷാ വീഴ്ചയിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടായോ എന്ന വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നും നാളെ അതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്നും കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അർച്ചന ചേരുന്നു ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായി. അർച്ചന,
സിന്ധൂരി നിലവിൽ 24 മണിക്കൂറിലെ ഒബ്സർവേഷനാണ് പ്രധാനമായും വേണ്ടത്. അതായത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടാണ് ഇതിൽ നിന്നും റിക്കവറായി വരിക. അത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞതും. അതായത് അതിവേഗം ഒരു റിക്കവർ ആവില്ല, അതുകൊണ്ട് തന്നെ പതിയെ ഇതിൽ നിന്നും രോഗമുക്തി നേടുകയേ ഉള്ളൂ എന്നാണ് ഡോക്ടർമാർ നേരത്തെ തന്നെ അറിയിച്ചത്. നിലവിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ചികിത്സയിൽ കഴിയുകയാണ്. 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ എന്തായാലും ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച് വ്യക്തമാകും. നിലവിൽ തലച്ചോറിനും അതുപോലെ ശ്വാസകോശത്തിനും വാരിയലിനുമാണ് സാരമായി പരിക്കേറ്റത്. ഇത് ഗുരുതരമായ പരിക്കാണ്. ഇത് സംബന്ധിച്ച പരിശോധനകളും മറ്റ് ചികിത്സാ രീതികളുമെല്ലാം തന്നെയാണ് ഇനി മുന്നോട്ടും പരിശോധിക്കുന്നത്. ഇനി പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ഡോക്ടർ സംഘം ഇവിടെ എത്തും. അതിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തും. കോട്ടയത്തെ സൂപ്രണ്ടും അതുപോലെ എറണാകുളത്തെ വിദഗ്ധ സംഘവുമാണ് 11 മണിയോടെ റിനെ ആശുപത്രിയിലെത്തുക. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്തും. ഈ നിലവിലെ ചികിത്സാ രീതികളും വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള ചികിത്സാ രീതികളെന്ന് തീരുമാനിക്കുക. എന്തായാലും ഇപ്പോൾ 24 മണിക്കൂറിലെ ഒബ്സർവേഷനാണ് പ്രധാനമായും ഉള്ളത്. നിലവിൽ തലക്കേറ്റ പരിക്ക് ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിന് അടിസ്ഥാനത്തിലുള്ള ചികിത്സകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിലവിൽ അടിയന്തരമായി ഒരു ഓപ്പറേഷൻ്റെ സാഹചര്യമില്ല എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തായാലും ചികിത്സാ രീതിയുമായി വിദഗ്ധ ചികിത്സ തന്നെയാണ് MLAക്ക് നൽകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി കൂടുതൽ സംഘം എത്തുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി എന്തായാലും വിലയിരുത്തപ്പെടും. നിലവിൽ ഇപ്പോൾ 24 മണിക്കൂറിലെ ഒബ്സർവേഷനാണ് പ്രധാനമായും ഉള്ളത്. അതേസമയം ഇന്ന് 6:30 കൂടിയാണ് ഇത്തരമൊരു അതിദാരുണമായ അപകടമുണ്ടാകുന്നത്. MLA അടക്കമുള്ള ആളുകൾ ഈ 12,000 ആളുകൾ പങ്കെടുക്കുന്ന ഭരതനാട്യം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. MLA മന്ത്രി സജി ചെറിയാനോടെല്ലാം സംസാരിച്ച് വേദിയിലെ ഇരിപ്പിടത്തിലേക്ക് പോകുന്നതിനിടെയാണ് ഇവിടെ നിന്നും വഴുതി ഇത്തരത്തിൽ താഴേക്ക് വീണത്. ഒരു സുരക്ഷ എന്ന രീതിയിൽ ക്രമീകരിച്ച ഒരു കമ്പി അതിൽ പിടിച്ചിരിക്കുമ്പോഴാണ് ഉമാ തോമസ് 20 അടി താഴ്ചയിലേക്ക് വീഴുകയും ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. തലയ്ക്കാണ് ഈ കോൺക്രീറ്റിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റത്. നല്ല രീതിയിൽ രക്തം വാർന്ന് ഒലിക്കുന്ന രീതിയിലായിരുന്നു ഉമാ തോമസിനെ കാണപ്പെട്ടതും. അതിനുശേഷം അതിവേഗം ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇനി പ്രധാനമായും ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി പ്രധാനമായും അറിയാനുള്ളത്. അതിനുള്ള സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. കലൂർ സ്റ്റേഡിയത്തിലാണ് ഇത്തരത്തിൽ VIP ഒരു താൽക്കാലികമായ VIP ഗാലറി നിർമ്മിച്ചതും. അവിടെയാണ് ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പരിപാടിക്കായി എത്തിയതും. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരിശോധന അടക്കം നടക്കുന്നത്. പ്രധാനമായും എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല സ്പോർട്സ് ഇതര പരിപാടികൾക്ക് ഇത്തരത്തിൽ അനുമതി നൽകുമ്പോൾ അതിനുള്ള സുരക്ഷകൾ പാലിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കപ്പെടും. നിലവിൽ ഇതൊരു താൽക്കാലികമായി നിർമ്മിച്ച VIP ഗാലറി മാത്രമാണ്. അവിടെ കൃത്യമായ സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്നാണ് അവിടെ എത്തിയ ആളുകൾ അടക്കം പറയുന്നത്. അത് അങ്ങനെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായെന്നടക്കം കാര്യങ്ങൾ എന്തായാലും പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായ പരിശോധന വേണം. നിലവിൽ ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് സ്റ്റേബിൾ ആണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ഇനി 24 മണിക്കൂർ സമയം വേണം. അതിനുശേഷമായിരിക്കും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് തൃപ്തികരമാണോ എന്ന കാര്യത്തിൽ ഡോക്ടർമാർ അറിയിക്കുക. എന്തായാലും വിദഗ്ധ സംഘം 11 മണിയോടെ എത്തും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്തും. തുടർന്നായിരിക്കും ഇനിയുള്ള ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കുക. അർച്ചന, ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് അർച്ചനയും സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് 1-2 സ്റ്റേജുകൾ ഉൾപ്പെടെയുള്ള താൽക്കാലിക നിർമ്മാണങ്ങൾ അവിടെ നടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ താൽക്കാലിക നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു താൽക്കാലിക നിർമ്മാണത്തിലെ സുരക്ഷയുടെ കുറവായിരിക്കുമോ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് എത്തിച്ചത്? ഒരു പ്രഥമ കാഴ്ചയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് അർച്ചനയ്ക്ക് അതിലൂടെ പറയാൻ പറ്റുന്നത്? തീർച്ചയായും. കാരണം നമ്മൾ എല്ലാം ഇതിന് ദൃക്സാക്ഷികളാണ്. കാരണം ഉമാ തോമസും MLA നമ്മുടെ മുന്നിലേക്കാണ് ഇത്തരത്തിൽ വീഴുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഞെട്ടലാണ്. എന്തായാലും ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഈ സ്പോർട്സ് ഇതര പരിപാടി, അതിൽ കൃത്യമായ സുരക്ഷ പാലിക്കേണ്ടതുണ്ട്. അത് അവിടെ പാലിച്ചിരുന്നു എന്താണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. അതിൽ പ്രധാനമായും ഈ വേദിയിൽ നിരവധിയായ ആളുകൾ ഇരിക്കുന്നുണ്ട്. അത് താൽക്കാലികമായി നിർമ്മിച്ചൊരു വേദി മാത്രമാണ്. ഇവിടെ ഈ കൈവരിയിൽ ഇത്തരത്തിൽ വെറും ഒരു കമ്പി വേലി മാത്രം വെക്കുകയാണോ ഉണ്ടായെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ പരിശോധന നടന്നു തുടങ്ങുകയാണ്. അത് സംബന്ധിച്ച് കാര്യങ്ങൾ ഇനി ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്തായാലും അറിയുക. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഇന്നുണ്ടായത്. അതിൽ ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇനി വിദഗ്ധമായ ചികിത്സ അത് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ സജ്ജമാണ്. ഇനി പ്രത്യേക സംഘം ഇവിടെ എത്തും. എന്തായാലും ഈ ഒരു അപകടത്തിൻ്റെ ഞെട്ടലാണ് ഇപ്പോൾ VD സതീശൻ അടക്കമുള്ള മന്ത്രി P രാജീവ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഡോക്ടർമാരുമായി സംസാരിച്ച് കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഇനി എന്തായാലും പ്രധാനമായും 24 മണി
അർച്ചന, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഉമാ തോമസിന്റെ നിലവിലത്തെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അങ്ങനെ ഒരു ബുള്ളറ്റിൻ ഇറങ്ങാനുള്ള സമയമായിട്ട് എന്താണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്? ആശുപത്രി അധികൃതർ അത് സംബന്ധിച്ച് നേരത്തെ വ്യക്തമാക്കിയതാണ്. അതായത് ഉടൻ തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്ന്. അത് നേരത്തെ മന്ത്രി പി രാജീവും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ വിദഗ്ധ സംഘം എത്തിയതിന് ശേഷമാണോ അല്ലെങ്കിൽ അതിന് മുൻപോ ഇത്തരത്തിലൊരു ബുള്ളറ്റിൻ ഇറക്കുമോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും ഇന്ന് തന്നെ ആ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്ന് ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കോട്ടയത്ത് നിന്നും സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ട് അടക്കമുള്ള ജയകുമാർ അടക്കമുള്ള ആളുകളും അതുപോലെ എറണാകുളത്ത് നിന്നും വിദഗ്ധ സംഘവും എത്താനുണ്ട്. അതിനുശേഷം എന്താണ് കാര്യങ്ങൾ എന്ന സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിനുശേഷം ആയിരിക്കുമോ ഇത്തരത്തിലൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുക എന്നാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും നിലവിൽ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. കൃത്യമായ ചികിത്സ നൽകിക്കൊണ്ട് തന്നെയാണ് വെന്റിലേറ്ററിൽ സഹായത്തോടെ ഇപ്പോൾ ചികിത്സ പുരോഗമിക്കുന്നത്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം കൃത്യമായ വിവരങ്ങൾ പറയാനുണ്ട്. എന്തായാലും നിലവിൽ ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് പറയാൻ കഴിയില്ല. ഇനിയും അതിനുള്ള സാവകാശം സമയം വേണം. അതിനുശേഷമായിരിക്കും ഒരു കൃത്യമായി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുക. സിന്ധൂരി.